സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ CSS ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇൻറ്റേർണൽ CSS എന്താണ്, ഇൻലൈൻ CSS എന്താണ്. ഇനി എക്സ്റ്റേണൽ CSS എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റെഫേഴ്സ് ടു ഡിഫൈനിങ് CSS റൂൾസ് ഇൻ എ സെപ്പറേറ്റ് .css ഫയൽ. ഒരു സെപ്പറേറ്റ് CSS ഫയലിൻ്റെ അകത്താണ് നമ്മൾ റൂൾസ് സ്റ്റൈൽ റൂൾസ് ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് HTML ഡോക്യുമെൻറ്റ്സ് ഒന്നേ കൂടുതൽ HTML ഡോക്യുമെൻറ്റ്സിലോട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. ഓക്കെ, സോ നമ്മൾ സ്റ്റൈൽ റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ സെപ്പറേറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള CSS ഫയൽസിൻ്റെ അകത്താണ്. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് അത് വൺ ഓർ മോർ HTML ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ HTML കണ്ടൻറ്റിനെയും ഈ CSS ഡിസൈനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ശരിക്കും സെപ്പറേറ്റ് അല്ലേ ചെയ്യുന്നത്. HTML കണ്ടൻറ്റ് മാത്രം നമ്മളൊരു ഡോക്യുമെൻറ്റിൽ കൊടുക്കും, പിന്നെ CSSൻ്റെ സ്റ്റൈൽ നമ്മൾ വേറെ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്, അത് .css എന്ന് സേവ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്. എന്നിട്ട് അത് ശരിക്കും അതിൻ്റെ റെഫറൻസ് കൊടുക്കുന്നത് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഞാനിപ്പോൾ രണ്ട് എനിക്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് ഡോക്യുമെൻ്റ് എടുത്തു. ഒന്ന് HTML ഡോക്യുമെൻറ്റും ഒന്ന് .css എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റും ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ HTML ഡോക്യുമെൻറ്റിനകത്ത് ഞാനിപ്പോൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. HTML ഹെഡും പിന്നെ ബോഡിക്കകത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡിക്കകത്ത് ഞാനിവിടെ ബോഡിക്കകത്ത് നമ്മൾ അതിന് മുന്നേ ഈ ഹെഡിൻ്റെ അകത്ത് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആ ലിങ്ക് എന്ന് പറയുന്നത് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ് REL എന്ന് പറഞ്ഞാൽ റിലേറ്റ് എന്ന് വെച്ചാൽ HTMLനെ CSSനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് REL. സോ ലിങ്ക് REL is equal to ഈ നമ്മൾ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്ത CSSൻ്റെ ഫയൽ, എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്തതല്ല, എങ്ങനെ കൊടുക്കണം, സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കാം. REL is equal to സ്റ്റൈൽ ഷീറ്റ്. ഇനി href, അതായത് എങ്ങോട്ടാണ്, എവിടെ നിന്ന് ഫയലിനെയാണ് റെഫർ ചെയ്യുന്നത് ഇങ്ങോട്ട്. ഈ HTML ഫയലിൽ CSS ഫയലിൽ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ CSS ഫയലിൻ്റെ ഇതിവിടെ കൊടുക്കാം. CSS ഫയലിൻ്റെ നെയിം എന്താണ്, ഞാൻ സേവ് ചെയ്തിരിക്കണം നോക്കി, styles.css. സോ styles.css എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. എന്നിട്ട് ഇതാണ്ട് ലിങ്ക് ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ലിങ്ക് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് സ്റ്റൈലാണ് കൊടുക്കേണ്ടത്, ഞാൻ ഹെഡിങ്ങും പാരഗ്രാഫും കൊടുത്തു. സോ അതിന് വേണ്ടിയിട്ട് H1 ദിസ് ഇസ് ഹെഡിങ്, നെക്സ്റ്റ് പാരഗ്രാഫ് P, ദിസ് ഇസ് പാരഗ്രാഫ്. ഓക്കെ, സ്റ്റൈൽസ് ഞാനിവിടെ എന്തെങ്കിലും കൊടുത്തോ, അപ്പോൾ ഹെഡിങ്ങും പാരഗ്രാഫും ഡിസ്പ്ലേ ചെയ്യണം. എന്തെങ്കിലും ഞാൻ സ്റ്റൈൽസ് ഇവിടെ വല്ലതും കൊടുത്തോ, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആട്രിബ്യൂട്ട് ഞാൻ ഇവിടെ കൊടുത്തോ, ഇല്ല. ഇത് HTMLയുടെ കണ്ടൻറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. ഇനി സ്റ്റൈൽ റൂൾസ് കൊടുക്കുന്നത് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ styles.cssൻ്റെ അകത്ത്. അതിൻ്റെ അകത്താണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, ഞാനിവിടെ ഹെഡിങ് ഉണ്ടല്ലേ, അപ്പം ഞാൻ H1 അല്ലേ, സോ H1 എൻ്റെ അകത്ത് പ്രോപ്പർട്ടി ഞാൻ കളർ ഞാൻ റെഡ് എന്ന് കൊടുത്തു. ദെൻ ടെക്സ്റ്റ് അലൈൻ ഞാൻ സെൻറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പം H1 മാത്രമേ ഉള്ളൂ, അല്ല, P ഉണ്ടല്ലേ. അപ്പം ഞാൻ പാരഗ്രാഫിനും ഒരു സ്റ്റൈൽ കൊടുക്കണ്ടേ, P. അതിന് വേണ്ടിയിട്ട് Pക്ക് ഞാൻ കളർ എന്ത് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം. ദെൻ ടെക്സ്റ്റ് അലൈൻ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ പാരഗ്രാഫ് എവിടെയായിട്ട് വരുന്നത്,
യെസ്, പാരഗ്രാഫ് ലെഫ്റ്റ് അലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റൈൽസ് ഡോട്ട് സി എസ് എസ് എന്ന് പറഞ്ഞതിൻ്റെ അകത്താണ് ഞാൻ സ്റ്റൈൽ റൂൾസ് കൊടുത്തത്. അത് ഞാൻ എങ്ങോട്ട് റെഫർ ചെയ്യുന്നു? HTML റെഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് REL. ഇത് ഇത്രയും കോമൺ ആണ്. ലിങ്ക് REL ഡബിൾ കോട്ട് സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. ദെൻ href is equal to എവിടെ നിന്ന് റെഫർ ചെയ്യുന്നത്? എക്സ്റ്റേണൽ CSS ഫയൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഫയൽസ്, സെപ്പറേറ്റ് ഫയൽസ് ആവശ്യമുണ്ട്. പക്ഷേ CSSൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഫയലിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമുക്ക് രണ്ടും സേവ് ചെയ്യുക. ഇതും സേവ് ചെയ്തു. ഓക്കെ, ഇതും സേവ് ചെയ്യുക. അതേപോലെ ഇതും സേവ് ചെയ്യുക. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? സോറി, അപ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? HTML റൺ ചെയ്തപ്പോൾ എനിക്ക് ഹെഡിങ്, ദിസ് ഈസ് ഹെഡിങ്, ഞാൻ എന്താ കൊടുത്തത്? കളർ റെഡും സെൻറ്ററിൽ അലൈൻ ചെയ്യുന്നത്. അടുത്ത P, ദിസ് ഈസ് പാരഗ്രാഫ്, അതിന് എന്താ കൊടുത്തത്? Pക്ക് കളർ ബ്ലൂ. ടെക്സ്റ്റ് എല്ലാം കൊടുത്തില്ലാത്തതുകൊണ്ട് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യും. സോ ഇതിനാണ് എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞത്. എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ ഒരു HTML ഫയൽ ഉണ്ടാവും. എക്സ്റ്റേണലായിട്ട് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് റൂൾസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന സെപ്പറേറ്റ് CSS ഫയലിൻ്റെ അകത്താണ്. ഓക്കെ, സോ അപ്പം നമ്മൾ ലിങ്ക് നോർമലി ഈ എക്സ്റ്റേണൽ ഈ ഒരു HTML പേജിൻ്റെ അകത്ത് ഒരു റെഫറൻസ് കാണും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഫയലിനെ. ഇവിടെ ലിങ്ക് ടാഗിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ലിങ്ക് എലമെൻറ്റിൻ്റെ അകത്ത്. എന്നിട്ട് ലിങ്ക് എലമെൻറ്റ് എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഹെഡ് സെക്ഷൻ്റെ അകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ഒരു ടെക്സ്റ്റ്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്യാം. പക്ഷെ അത് സേവ് ചെയ്യുന്നത് .css ഫയൽ വെച്ചിട്ട് എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കണം. ഓക്കെ, അതിൻ്റെ എങ്ങനെയാണ് CSSനെ ലിങ്ക് ചെയ്യുന്നത് HTML? യൂസിങ് ദിസ് ലൈൻ, that is link REL is equal to within double quotes style sheet href is equal to നമ്മൾ .css ഫയൽ ഇല്ലേ, അതിൻ്റെ ഫയൽ നെയിം. ഓക്കെ, ഈ എക്സ്റ്റേണൽ CSS ഫയലിൻ്റെ അകത്ത് HTML ടാഗ്സ് ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് റീയൂസബിലിറ്റി, അതായത് ഒരു CSS ഫയൽ തന്നെ മൾട്ടിപ്പിൾ HTML പേജസിൽ യൂസ് ചെയ്യാം. അങ്ങനെ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാം. വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം CSS ഫയലിൽ മാത്രം എന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൽ മാത്രം ചേഞ്ച് വരുത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അത് ബാക്കിയുള്ള എല്ലാ HTML ഫയലിലും റിഫ്ലക്റ്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ കോഡായിരിക്കും. കാരണം ഇതിൽ HTMLും CSSും രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം സ്ട്രക്ചറിനെ ഡിസൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റീഡബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബ്രൗസേഴ്സിന് നമുക്ക് എക്സ്റ്റേണൽ CSS ഫയൽസിന് ക്യാഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ സബ്സിക്വൻറ്റ് വിസിറ്റ്സിനെ എന്ത് ചെയ്യാം? അതിൻ്റെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ആ എക്സ്റ്റേണൽ ഫയൽ ലോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, CSS ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്യുമോ? ഇല്ല. കാരണം അറ്റ് എ ടൈം 2 ഫയൽസും റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഒന്ന് മറ്റേന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. CSS ഫയൽ സേവ് ആയില്ല, അത് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ HTML ഫയലും റൺ ആവത്തില്ല. ഇത് ഡിപ്പെൻഡൻസി ഒരു ഡിസഡ്വാൻറ്റേജാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി കൂടുതലാണ്. കാരണം മൾട്ടിപ്പിൾ ഫയൽസിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഇങ്ങനെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ CSSൻ്റെ. സോ ഇതാണ് എക്സ്റ്റേണൽ CSS. മനസ്സിലാക്കുക, നമ്മുടെ HTML ആയ ആ സ്ട്രക്ചറും അതിൻ്റെ ഡിസൈനും സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ 3 ways to insert CSS പഠിച്ചു. Internal, inline and external. Okay, next topic, next video നോക്കാം. That is CSS selectors.